കിറാത്ത് ഇമ്രാൻ ഉണ്ട്. ഇമ്രാൻ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين. فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم على صلواتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون. صدق الله العظيم. الله خير ഇമ്രാൻ. പേഴ്സണാലിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന വിഷയത്തിൽ സ്കൈഡെസ്റ്റ് മുസഫ സംഘടിപ്പിക്കുന്ന സൂം മീറ്റിലാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആദ്യമായി ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും ഹാർദവമായി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പേഴ്സണാലിറ്റി ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ട ഒരു വലിയ കാര്യമാണ്. നമ്മുടെ പേഴ്സണാലിറ്റിയിലൂടെയാണ് നമ്മൾ ഏതൊരാളും നമ്മെ അളക്കുന്നത് എന്ന് നമുക്കറിയാം. നമ്മൾ ഒരാളുമായി സംസാരിക്കുമ്പോഴും ഒരാൾ നമ്മെ സംസാരിച്ചു കഴിഞ്ഞ ശേഷം നമ്മളെ ഓർത്തെടുക്കുന്നത് ചിലപ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റിയിലെ ഇംപ്രൂവ്മെന്റുകൾ കണ്ടത് കൊണ്ടായിരിക്കും. നമ്മളിപ്പോഴത്തെ കാലത്ത് ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോഴും അല്ലെങ്കിൽ ജോലിയിൽ ഒരു ഇംപ്രൂവ്മെന്റ് ലഭിക്കുന്ന ഒരു പ്രൊമോഷൻ ലഭിക്കുന്നതിനെല്ലാം നമുക്ക് ചിലപ്പോൾ പേഴ്സണാലിറ്റി ഒരു ഘടകമായി മാറുന്നുണ്ടാവും. നമ്മുടെ പേഴ്സണാലിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന വിഷയത്തിൽ ആധികാരികമായി നമ്മോട് സംവദിക്കാൻ ഇന്ന് നമ്മൾക്കൊപ്പം ഉള്ളത് മിസ്റ്റർ അമാൻ ഫിറോസ് ആണ്. അദ്ദേഹം ഒരു സംരംഭകനാണ്. 17 വർഷത്തോളമായി ദുബായ് ബേസ് ആയിട്ടുള്ള ബോക്സ് പോപ്പുലി സൊല്യൂഷൻസ് എന്ന IT സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ ഒരു IT എൻതൂസിയാസ്റ്റ് കൂടിയാണ്. ഒപ്പം സർട്ടിഫൈഡ് സൈക്കോമെട്രിക് സ്പെഷ്യലിസ്റ്റ് കൂടിയാണ് അദ്ദേഹം. നമ്മുടെ ഈ ഒരു വിഷയത്തോട് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയുന്ന ഒരു ആളെ തന്നെയാണ് നമുക്ക് ഇന്നലെ ലഭിച്ചിട്ടുള്ളത്. ഏതായാലും വിഷയത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുന്നതിന് വേണ്ടി മിസ്റ്റർ അമാൻ ഫിറോസിനെ ഞാൻ ആർദവമായി ക്ഷണിക്കുന്നു. ഹായ്, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ. താങ്ക്സ് ഇർഷാദ്. താങ്ക്സ് ഫോർ ദ ഇൻട്രൊഡക്ഷൻ. ഞാൻ ജസ്റ്റ് ടു ഗിവ് യു എ സ്മോൾ ബ്രീഫ്. നമ്മളെ പാർട്ടിസിപ്പൻസിന്റെ ഒരു ആരൊക്കെയാണ് ഇതിന്റെ സൈക്കോമെട്രിക്കിന്റെ സൈഡും ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് സൈഡും ഇതൊക്കെ ആയിട്ടൊരു കുറച്ച് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഒക്കെ ആയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ആരെങ്കിലും ഉണ്ടോ നമ്മളെ ഈ ഗ്രൂപ്പിൽ സോഫാർ ഉള്ള ജോയിൻ ചെയ്ത ആൾക്കാരുടെ ഇടയിൽ? Okay, so basically let's do an interaction based session. Feel free to unmute yourself. Namla idinansarichittu whatever you want to just ask, feel free to ask. And the screen കാണുന്നുണ്ടോ?
Okay. Okay. Just you guys have to help me. Karna, you know, Zoom is without seeing the body language, namakku മനസ്സിലാക്കാൻ പറ്റില്ല ആരൊക്കെ എന്തൊക്കെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്നുള്ളത്. So I'm just anticipating that you guys are understanding. അപ്പം in case എന്തെങ്കിലും follow ചെയ്യുന്നില്ലെങ്കിൽ please feel free to stop me there and ask me on that. Okay. Okay. So today's objectives. For me, personality improvement. നമ്മളിപ്പോ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ടോ പേഴ്സണാലിറ്റി ഇംപ്രൂവ്മെന്റ് ഇങ്ങനെ ചെയ്യണം, നമ്മളെ ഡ്രസ്സിങ് ഇങ്ങനെ ആക്കണം, നമ്മളെ ഹാൻഡ് ഷേക്കിംഗ് ഇതായിരിക്കണം. Overall, you guys already know what it is all about personality, നമ്മളെ ലുക്സും കാര്യങ്ങളൊക്കെ കുറിച്ച്. So when Suhail approached me, he told that it's more or less related to people who can actually connect with their digital side, അവരുടെ ജോബിനും അവരുടെ ഒരു കരിയർ അപ്ലിഫ്റ്റ്മെന്റും ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യത്തിന്റെ ഒരു ട്രിഗറിംഗ് പോയിന്റ് എന്നുള്ള ഒരു രീതിയിലാണ് ഇന്നത്തെ പ്രസന്റേഷൻ. ഓക്കെ. സോ ഇതിന്റെ ക്യാപ്ഷൻ തന്നെ ഞാൻ വെച്ചിട്ടുള്ളത് enabling sensible transformation on your own digital ecosystem. Okay. Enabling sensible transformation on your own digital ecosystem. ഒന്ന് കേട്ടിട്ട് ഇതാക്കൊന്നും വേണ്ട, ഞാൻ സിമ്പിൾ ആയിട്ട് പോകുന്നതല്ല. So basically, let's start with a positive quote. Accentuate on the positive and the result will be beyond imagination. So ഇന്ന് എൻ്റെ പനോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ എന്ത് കോട്ടാണ് ശരിക്ക് ഒരു ഡെവലപ്മെന്റിനെ ഫോക്കസ് ചെയ്തിട്ട് പറഞ്ഞപ്പം this is what he gave. Like you focus on your positive side, then the result is going to be the beyond imagination. So let's say, what is personality? നമ്മളൊരു പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആക്ച്വലി എ കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ക്വാളിറ്റീസ് ദാറ്റ് ഫോംസ് എൻ ഇൻഡിവിജ്വൽ ഡിസ്റ്റിങ്ക്റ്റീവ് ക്യാരക്ടർ. അപ്പൊ നമ്മൾ പറയാണ് ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഓരോരുത്തർ നമ്മളൊരു ഒരു ഒരു ബോക്സിൽ ഇടുമല്ലോ, ഇന്നൊരാൾ ഇങ്ങനെയാണ് ഇന്നൊരാൾ ഇങ്ങനെയാണ്. അപ്പം അത് ഒരു പല ആംഗിളുകളിലാണ് ആൾക്കാർ ചിന്തിക്കുക. ഫോർ എക്സാമ്പിൾ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കംസ് majorly under these categories like mental, social, spiritual, emotional, and physical. So the moment you think of personality improvement, you need to actually segregate yourself into these categories like mental, social, spiritual, emotional, and physical. Okay. So what is personality development? It's nothing but improving your personality. നമ്മളുള്ള ആ എക്സിസ്റ്റിംഗ് പേഴ്സണാലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നത് മാത്രമാണ് ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ഗോയിങ് ടു ബി ടുഡേസ് ടേക്ക് അവേ? ഐ എം നോട്ട് റിയലി ഗോണ ബ്രിങ് ഇൻ എനിത്തിങ് ന്യൂ. ഇറ്റ് ഈസ് മോർ ഓർ ലെസ് യു ഓൾറെഡി നോ. ലൈക്ക് വാട്ട് ട്രിഗേഴ്സ് മൈ ഒബ്ജക്റ്റീവ് ഇസ്, ആസ് ഐ സെഡ്, നമ്മളിപ്പോ ഉള്ള നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ ട്രിഗർ ചെയ്യാം. സോ ഐ ആക്ച്വലി വാണ്ട് യു ഗൈസ് ഓൾ ടു ബി telling me also, okay, inna കാര്യങ്ങളല്ലേ നല്ല. So feel free, just it's kind of a discussion. ആ ഒരു രീതിയിൽ please consider this. Are you guys following? Yes. Okay. So പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഇൻഡിവിജ്വൽ സെഷൻ ലെവലിൽ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ how we take it is like, we understand your personal body language and we help you to actually improvise ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ചെയ്യണം എന്നൊക്കെയുള്ളത്. But when it comes to Zoom, I don't really want to go as specific, but at the same time I want you to trigger and I want you to know certain areas like personality testകൾ ഉണ്ട്. So understanding how you behave, how you position yourself. നമ്മൾ ചിലരെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇവൻ എന്നെ പോലെ തന്നെ ഉണ്ട്. ചിലർ കാണുമ്പോൾ നമ്മൾ പറയോ ഇവന്റെ ഭയങ്കര ഓവർ സ്മാർട്ടാ. ചിലർ പറയോ ഇവൻ ഭയങ്കര ഫിഷിയ, ഭയങ്കര സ്ലോ ആ. അങ്ങനെയൊക്കെയുള്ള ഓരോരോ തോട്ട് പ്രോസസ് നമുക്ക് വരുന്നതിന്റെ റീസൺസ് എന്താ വെച്ചാൽ ഓരോരുത്തർക്കും ഇൻഡിവിജ്വലി ഓരോ പേഴ്സണാലിറ്റീസ് ഉണ്ട്. അപ്പൊ അത് ടെസ്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റുകൾ ഉണ്ട്. ഓക്കെ. പിന്നെ ഡിഫറെന്റ് പേഴ്സണാലിറ്റി ടൈപ്സ് ഇപ്പം പറഞ്ഞ. then I want to touch upon digital ecosystem. ഇത് ടെക്നിക്കൽ ആണെന്നുണ്ടെങ്കിൽ just stop me then and there. എന്റെ ബാക്ക്ഗ്രൗണ്ട് IT ആണ്, അതുകൊണ്ട് ബൈ ഡിഫോൾട്ട് അതിലേക്ക് സ്ലിപ്പായി പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഫീൽ ഫ്രീ ടു സ്റ്റോപ്പ് മീ ഇമ്മീഡിയറ്റ്ലി. വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വെരി വെരി സിമ്പിൾ. Now the last point which I want to touch upon is how to leverage it, which I really want to do it through a discussion. So unless you get into the discussion, I am not in a position to help you with how to leverage. Okay.
So, who is Aman Firoz? As Irshad said, I'm an entrepreneur. I do consulting. I'm a certified psychometric coach. At the same time, this is a quick snapshot of what I am. I'm a technology manager in diversified areas. Did my engineering. I've done my MBA in marketing and finance. I've done my NLP and psychometric. I've been a practitioner. The reason I did psychometric is more focused on transformations. So psychometric, personality, related, it's all about people. Everything is related to people. Alkara understand changes our reason psychometric side. So let's begin with a story. Just imagine we are actually going to any hotel. Or event conduct. Our event, let's say Farhan event like a event like a curry. Farhan shy. Farhan ഒരു സ്വഭാവ രീതി പറയാൻ വെച്ചാല് ഫർഹാൻ എപ്പോഴും ആൾക്കാരടുത്തൊന്നും കേറി മുട്ടൂല, ഒന്ന് ശ്രദ്ധിച്ചിട്ട്. പക്ഷെ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള ഒരു ക്യാരക്ടറാണ്. ഇപ്പൊ നിങ്ങൾ തന്നെ ഫ്രണ്ട് സർക്കിളിൽ ഉണ്ടോ? അങ്ങനെ നമ്മളെ ഫ്രണ്ട് സർക്കിളിൽ മാത്രം ഭയങ്കരമായിട്ട് സംസാരിക്കും, പക്ഷെ പുറത്തൊന്നും അത്ര പെട്ടെന്ന് പോയിട്ട് ഹിറ്റ് ചെയ്യില്ല. അപ്പൊ ഫർഹാൻ ആ ഒരു ഇവന്റിൽ പോയപ്പോ അവിടെ ആദ്യം തന്നെ കണ്ട് എല്ലാവരും സൂട്ടും കോട്ടും ഒക്കെ ഇട്ടിട്ട് തന്നെയുള്ളത്. ബട്ട് ഓരോരുത്തർ ഡിഫറെന്റ് ആൾക്കാരെ നോട്ട് ചെയ്യാൻ തുടങ്ങി. ഒരാൾ ഫുൾ പോക്കറ്റ് കർച്ചീഫ് ഒക്കെ ഇട്ടു. അവരിങ്ങനെ ഒരാൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ വർത്താൻ വരുന്നത്, ഭയങ്കര കാരിസ്മാറ്റിക് പേഴ്സണാലിറ്റി. അവരുടെ വർത്താൻ ഇങ്ങനെ എല്ലാവരും അവനൊരു നോട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. ഫർഹാൻ ഒരു സൈഡിൽ നോക്കിയപ്പോ ഫർഹാന് പോയി ഹിറ്റ് ചെയ്യാനൊരു മടിയാണ്. പിന്നെ സൈഡിൽ ഇങ്ങനെ പോയി നോക്കിയപ്പം വേറൊരുത്തന്നെ ഇങ്ങനെ ഭയങ്കര ജോളി കൈൻഡ് ഓഫ് എ ഗായ്, ഫുള്ള് ഹാ ഹൂ ഒച്ചപ്പാടും വിളിയൊക്കെ ആയിട്ട്. പിന്നെ ഒരാൾ സൈഡിൽ നിന്നപ്പോ ഒരുത്തന്നെ ഇങ്ങനെ ഇരുന്ന് മെല്ലെ ചിരിച്ച് ഫർഹാനോട്. അപ്പൊ ഫർഹാന് പോയിട്ട് കയ്യിലും കൊടുത്ത്, എന്നിട്ട് എന്താ ഞാനും ഇവിടെ വന്നതാ, എന്താ പരിപാടി? അപ്പൊ കാഷ്വലി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഒരാളെ കണ്ട് കുറെ ഡീറ്റെയിൽ ഓറിയന്റഡ്, വെരി സ്പെസിഫിക്. ഇതൊക്കെ നമ്മളെ ലൈഫിൽ ഇങ്ങനെ ഒരു ഇവന്റ്സ്, ഇങ്ങനെയുള്ള ആൾക്കാരും ഇതൊക്കെ കാണുന്നുണ്ടാവും. അപ്പം ഫർഹാൻ നോക്കുമ്പോൾ ഫർഹാൻ കാണാൻ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ ഞാൻ നേരെ പോയിട്ട് ആ കാണുന്ന എല്ലാവരോടും വർത്താൻ പറയുന്ന ഒരാളെ പോലെ അങ്ങനെ ഞാൻ ആവണം. അപ്പൊ ഫർഹാന് പോയിട്ട് സൂട്ടും ടൈയൊക്കെ ഇട്ട് ഇംഗ്ലീഷൊക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞു. ആക്ച്വലി പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ആ ഒരു ഏരിയ മാത്രമല്ല, ബീങ് ഒത്തന്റിക് ഓൾസോ മേക്ക് സെൻസ്. ഇത് ഞാൻ പറയാൻ കാരണം ഇങ്ങനെ പല ട്രേറ്റ്സ് ഉള്ള ആൾക്കാരുണ്ട്, എല്ലാവരും ഒരുപോലെ അല്ല. ആ ഒരു റിയലൈസേഷൻ വിൽ ആക്ച്വലി ഹെൽപ്പ് യു എ ലോട്ട്. ഇത് അഗെയിൻ ആസ് ഐ സെഡ്, ഞാൻ പറയുന്നത് ആ ടെസ്റ്റിനെ ബേസ് ചെയ്തിട്ട് മാത്രം അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം കേട്ടോ. സോ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിൽ പറയുമ്പം ദ വെരി ഫസ്റ്റ് തിങ് ഇസ് ലൈക്ക് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ലൈക്ക് എല്ലാവരും ഒരുപോലെ അല്ല. അപ്പം ദർ ഇസ് നോ റൈറ്റ് ആൻഡ് റോങ്, ആൻഡ് just because the other guy is acting like this doesn't mean that you have to be like this. അങ്ങനെ ഒരു ഇതൊന്നുമില്ല. അപ്പം ഒരു പേഴ്സണാലിറ്റി ബ്രാൻഡ്, ഒരു പേഴ്സണൽ ബ്രാൻഡിങ് ലെവലിലോ ഒരു കോച്ചിങ് ലെവലിലോ ആൾക്കാർ പറയുന്നത് നമ്മൾ ലാംഗ്വേജ് ഉഷാറാക്കാൻ പറയും, നമ്മൾ ഇതാക്കാൻ പറയും. ഐ എം നോട്ട് ടച്ചിങ് ദാറ്റ് ഏരിയ. അത് നമ്മൾ ചെയ്യണം, നിർബന്ധമാണ്. കാരണം നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ കൊടുക്കുന്ന ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് വെരി ക്രിട്ടിക്കൽ. കൂൾ. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. സോ ഞാൻ ഇപ്പൊ പറഞ്ഞ പേഴ്സണൽ ടെസ്റ്റ്, there is almost 2500 ടെസ്റ്റുകൾ ഉണ്ട്. അതിന്റെ കുറച്ച് ടെസ്റ്റുകളാണ് ഈ MBTI, ടെസ്റ്റ് കളർ, ടെസ്റ്റ് ബാർക്ലി, പാത്ത് അസസ്മെന്റ്സ്, ഇങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ട്. സോ ഇതിൽ ഒരുപാട് ഫ്രീ ടെസ്റ്റുകൾ ഉണ്ട്. you could give a shot on those. And so this is one which I am certified on. നിങ്ങൾ ഈ സൈഡിലുള്ള ടോണി റോബിൻസനെ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. സോ ഫോർ മീ ഇതിപ്പോ കണ്ടോ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഇമേജിൽ how you behave with certain people. ഇതാണ് ഇപ്പൊ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ കാര്യം. ഇതൊരു സെയിൽസിലൊക്കെ ഉള്ള ആൾക്കാരില്ലേ, അവര് ഓൾറെഡി ഇത് അക്വയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ചില ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയില്ല അവന്റെ മൂഡ് ശരിയല്ല, അവനോട് ഇങ്ങനെ വർത്താൻ പറയണം, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ രീതിയിൽ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറയും. ഈ അക്കൗണ്ട്സിലൊക്കെ ഉള്ള ആൾക്കാരോട് പറയുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയും. അടിച്ചു വിടുന്നില്ല, കുറച്ച് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ പോകുള്ളൂ. അപ്പൊ അതൊക്കെ ഹൗ യു ബിഹേവ്. അപ്പൊ നമുക്ക് ചിലർക്ക് നാച്ചുറലി അങ്ങനെ ഉണ്ടാവും, ചിലര് അത് അഡാപ്റ്റ് ചെയ്യും. അപ്പം നമ്മൾ നാച്ചുറലി ഭയങ്കര ജോളി കഴിയേണ്ട ആൾക്കാരാണെങ്കിൽ പോലും നമ്മൾ ചില ആൾക്കാർക്ക് നമ്മൾ അവരെ പോലെ അഡാപ്റ്റ് ചെയ്യും. സോ അങ്ങനൊക്കെ ഉള്ള ഓരോരോ രീതികൾ ഉണ്ടാവും. അപ്പൊ അത് നാച്ചുറലി നമുക്ക് കിട്ടുന്ന, അത് ആക്ച്വലി സയന്റിഫിക്കലി അങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഡിഫറെന്റ് വേ ഉണ്ട്. അപ്പം ദാറ്റ് ഈസ് വാട്ട് ദ ബിഹേവിയറൽ പാർട്ട് ഓഫ് ഇറ്റ്, ഹൗ യു ബിഹേവ് ഓൺ സർട്ടൻ ഏരിയാസ്.
ചില ആൾക്കാർക്ക് മോട്ടിവേഷൻസ് ഉണ്ടാവും, ലൈക്ക് വൈ യു ആറ്റ് സർട്ടൻ ലെവൽ. അതിന് താഴെ വാട്ട് മേക്സ് യു ബിഹേവ് സർട്ടൻ ലെവൽസ്. ഇതൊക്കെ ഒരു ടാലന്റ് അസസ്മെന്റ്സ് ഒക്കെ ഉള്ള രീതിയിലുള്ളതാണ്. ഇത് തിയറി ആണെങ്കിൽ പോലും ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് വെച്ചാല്, നമ്മൾ ചില ഇവന്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തുണ്ടോ ഓനിങ്ങനെ, എന്തുണ്ടോ മറ്റോണ്ട് ഇങ്ങനെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നിട്ട് നമുക്ക് ചില ആൾക്കാരോട് ഒരു ഇൽ ഫീലിംഗ് ഉണ്ടാവും. പേഴ്സണാലിറ്റി ഇംപ്രൂവ്മെന്റ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇറ്റ്സ് ഓൾ അബൌട്ട് പീപ്പിൾ, റൈറ്റ്? അപ്പൊ നമ്മൾ ഒരാളെ കാണുമ്പോൾ, നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ യു ഷുഡന്റ് ഫീൽ ദാറ്റ് ഹി ഈസ് റോങ്. ഇറ്റ്സ് ആക്ച്വലി the way how your personality differs is what making you feel that this guy is wrong. ആ ഒരു രീതിയിൽ കാണണമെന്നാണ് എൻ്റെ ഒരു ഇത്. സോ ഞാനിപ്പോ ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അബൌട്ട് ലുക്സ് ഡെഫിനറ്റ്ലി. ഞാനിപ്പോ ഈ കോട്ടൊന്നും ഇടാണ്ട് ഞാൻ ശരിക്കും പറയാലോ, ഞാൻ ഈ ടീഷർട്ട് ഒക്കെ കഴിച്ച് ഞാൻ ഒരു കാഷ്വലി ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഹൗ വുഡ് യു റിയലി ഫീൽ? നിങ്ങൾക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല ഈ സെഷനിൽ. സോ മേക്കിംഗ് ഷുവർ your presentability is proper. The presentation which I have shown you, ഈ ഒരു പ്രസന്റേഷന് ഞാൻ ഇടുന്ന ഒരു ടൈം, ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ് നിങ്ങൾക്കും ആ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവുക. സോ ദാറ്റ് ലുക്സ്, ആ ലുക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ലുക്സ് വേഴ്സസ് ക്യാരക്ടർ, ഇതിനും അത്ര തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മൾ വെറും ഭയങ്കര ഉഷാറാന്ന് വെച്ചിട്ട് കാര്യമില്ല, അതിന്റെ കൂടെ തന്നെ ആ ഒരു ക്യാരക്ടറിനും ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം. നമ്മള് സെലനി കാർ കേട്ട് എത്ര പേരുണ്ട്? സെലനി കാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഫീൽ ഫ്രീ ടു ഇത് ചെയ്തിട്ട് പ്ലീസ് ലെറ്റ് മീ നോ ഇഫ് എനിബഡി ഹേർഡ് അബൌട്ട് ഇറ്റ്. No, I haven't. Yeah. So Seleni car is very aggressive in this market. The CEO of Seleni car, Mupra, innalta YouTube, innalta LinkedIn post, what he has said is an advice what he'll be giving to his kids. He's a very successful entrepreneur, by the way. What he told them is like, the advice what I will give is, looks is actually a depreciating asset. So financial alkarku ariyam, ee depreciating assets nu പറഞ്ഞാൽ it depreciates over time. അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും അത് ഒരു ഷോർട്ട് ടേം ടൈമിലേക്ക് നമ്മൾ അത് കൊടുക്കുള്ളൂ. So when you invest on looks, consider it as depreciating asset, but doesn't mean that you can leave it also. Our asset we use it, but at the same time, character is actually an appreciating asset where you actually invest. ആ ഒരു രണ്ട് കാര്യങ്ങളുടെ ഇമ്പോർട്ടൻസ് ശരിക്കും അറിയണം. You invest in character, you use looks. ആ ഒരു കോൺസെപ്റ്റ് I really like the idea, the way how he presented. അപ്പൊ അതാണ് ഞാൻ ഈ പേഴ്സണാലിറ്റിയും പ്രസന്റബിലിറ്റിയും തമ്മിലുള്ള ജസ്റ്റ് ഒരു ട്രിഗറിങ് കൊണ്ടിരുന്നത്. പേഴ്സണാലിറ്റി, ഡോണ്ട് ജസ്റ്റ് തിങ്ക് ദാറ്റ് just with the looks your personality will increase. You have to invest in your character, you have to invest in the respect part, how you respect others, but at the same time you have to make sure your presentability is good. All right, same concept. നമ്മൾ മലയാളികളുടെ ഇവന്റില് മമ്മൂട്ടിനെ വിട്ട് കളിക്കരുതെന്ന് സുഹേൽ പറഞ്ഞു. അപ്പൊ മമ്മൂട്ടിന്റെ സെയിം കോൺസെപ്റ്റ് ഇതാണ്. സോ യു സീ, ഈ ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു മമ്മൂട്ടിന്റെ ഒരു ആയിട്ടുള്ള ഒരാൾ നമ്മൾ ബിസിനസ് ചെയ്യാൻ പോകുന്നു. സോ ജസ്റ്റ് ഇമാജിൻ ഗൈസ് ഇതൊക്കെ ഇട്ടിട്ട് നമ്മളൊക്കെ ഇവിടെ ആൾക്കാരെ മീറ്റ് ചെയ്യാനൊക്കെ പോകുന്ന രംഗത്ത് കാണാം. ഈ ലെഫ്റ്റ് സൈഡിലുള്ള ആളെടുത്താണ് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവാൻ, റൈറ്റ് സൈഡിലുള്ള ആളെടുത്താണ് ഇമ്പോർട്ടൻസ് ഉണ്ടാവാൻ. രണ്ടാൾക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്, ബട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ ബിസിനസ്. സർട്ടൻ ഏരിയാസ് ഈ ലെഫ്റ്റിലുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ അഡ്രസ് ചെയ്യുന്ന രീതിയും കാര്യങ്ങളും വേറെ തന്നെയായിരിക്കും, റൈറ്റിലുള്ള ആൾക്കാരുടെ അടുത്തും ചെയ്യുന്ന രീതിയും വേറെ തന്നെയായിരിക്കും. ആ രീതിയിൽ അനുസരിച്ചിട്ട് വി ഹാവ് ടു അഡാപ്റ്റ്. ഡോണ്ട് ജസ്റ്റ് തിങ്ക് ദാറ്റ് ഇറ്റ്സ് ലൈക്ക് വൺ ടീഷർട്ട്, എല്ലാവർക്കും വൺ സൈസ് ഫിറ്റ് ഫോർ ഓൾ എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരിക്കരുത്. സോ തിങ്ക്, യൂസ് യുവർ ഹെഡ്. എവറി ടൈം യു ഡു സംതിങ്, യൂസ് യുവർ ഹെഡ്. അപ്പം നോ ടു ഡ്രസ് ഫോർ ദ ഒക്കേഷൻ, ആ ഒരു ഇമ്പോർട്ടൻസ് വേണം. സോ അപ്പൊ ആ ഒരു പ്രസന്റബിലിറ്റി, ആ ഇതിന്റെ ഇമ്പോർട്ടൻസ് വരുന്ന ഡ്രസ്സിങ്ങിന്റെ സ്ഥലത്ത് ഇതാണ്. Now some tips which I want you to get deeper into. Now the biggest thing, know yourself. What is your skill? What is your talents? What is your capacity? namala oru levels and namala skills and namala adu low aanengil you have to invest in it and make it bigger. Certain areas, ipam
ഒരുപാട് സ്ഥലത്തും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, മലയാളികൾ ഇംഗ്ലീഷ് പറയുമ്പം ഭയങ്കര സ്പീഡിലാണ് പറയാം. അപ്പം പല സ്ഥലത്തും നമ്മളത് കേൾക്കുന്നുണ്ടാവും. ഇറ്റ്സ് നോട്ട് ദാറ്റ് നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ നമ്മൾ നല്ല ഗ്രാമറൊക്കെ പഠിച്ച് ഉഷാറായിട്ട് ആവുക. പക്ഷെ വെൻ വി സ്റ്റാർട്ട് സ്പീക്കിംഗ് വി സ്പീക്ക് വെരി ഫാസ്റ്റ്. അപ്പൊ നമ്മൾ അത് പറയുന്നത് ഇങ്ങനെ ഉണ്ടാവും. സോ ഒരു സ്മോൾ ടിപ്പ്, വാട്ട് ദ ഓൺലി തിങ്, ഒരു ചെറിയൊരു ടിപ്പ് എന്ന് വെച്ചാൽ യു സ്പീക്ക് സ്ലോലി, ലിസൺ ദെൻ സ്പീക്ക്, ലിസൺ ദെൻ സ്പീക്ക്. ഈ ഒരു ചെറിയൊരു കാര്യം ദ മൊമെന്റ് യു സ്റ്റാർട്ട് അഡ്രസ്സിങ് യു വിൽ സ്റ്റാർട്ട് സീയിങ് ദ ഡിഫറൻസ്. അപ്പൊ അതൊരു ടിപ്പ്. അത് ലൈക്ക് വൈസ് ലൈക്ക് നോ യുവർ സെൽഫ്, വേർ ഇസ് യുവർ സ്കിൽ. ചില ആൾക്കാർ പറയും നീ ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ. അത് നമുക്ക് നമ്മളെ കുറിച്ചൊരു ഐഡിയ വേണം, നമുക്ക് നമ്മളെ കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. യു കുഡ് ടേക്ക്, ഐ വുഡ് റിയലി പുഷ് യു ഗൈസ് ടു ടേക്ക് ഹെൽപ്പ് ഓൾസോ. ചില ആൾക്കാർക്ക് നമുക്ക് മെന്റേഴ്സ് വേണം. നമുക്ക് നിർബന്ധമായിട്ട് ഒരു നമ്മളെക്കാട്ടിയും NKOs ഒക്കെ ഉണ്ട്, മോർ നോളജബിൾ ദാൻ അതേഴ്സ്, അങ്ങനെയൊക്കെയുള്ള മോർ നോളജബിൾ ദാൻ അസ്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ നമ്മളെ കൂടെ എപ്പോഴും ഗൈഡൻസ് എടുക്കുന്നതിൽ വി ഷുഡ് ബി ലൈക്ക് പ്രൊആക്റ്റീവ്. ആസ്ക് ദം ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതൊക്കെ ഡീപ്പറിലേക്ക് നിങ്ങൾ പോകേണ്ട ടോപ്പിക് ആട്ടോ. ഒരുപാട് തിയറി ആവുന്നുണ്ടോ? എനിക്കൊരു ഡൗട്ട്, കാരണം യുനോ ഇതിലാവുന്നേരം എന്താ, ക്യാൻ യു ഗൈസ് give me some feedback? It is good. It's okay. Okay, good. Yeah. So being positive in your outlook. When we go and meet people, smile. എപ്പോഴും നമ്മളൊരു ചടച്ചിട്ട് പോണോ അങ്ങനത്തെ കളി കളിക്കുന്നതിന് പകരം stay positive. Our positivity is something which is the key for anything and everything. Now have an opinion. ഇങ്ങക്ക് ഇപ്പം നമ്മളെ കൂടെ 2-3 ആൾക്കാരുണ്ട്. അപ്പം ഓൻ പറയുന്നത് ശരിയാ, ഇവൻ പറയുന്നത് ശരിയാ, മറ്റവൻ പറയുന്നത് ശരിയാ. ഇതൊക്കെ നോർമൽ ആട്ടോ ഇവിടെ നടക്കുന്നത്. അപ്പൊ ആൾക്കാരൊക്കെ ഇവന് നമ്മള് സ്വന്തം ആളാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തൊള്ളി തട്ടിയിട്ടൊക്കെ കൂടെ നിർത്തുന്നല്ലാണ്ട് നമുക്കൊരു പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യാൻ കുറച്ച് മുഷ്കിലായിരിക്കും അവിടെ. പിന്നെ നമ്മളിപ്പോ മീറ്റ് ന്യൂ പീപ്പിൾ, ദ ബിഗസ്റ്റ് നമ്മളോട് ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ട്രാവൽ ചെയ്യുമ്പോൾ പുതിയ ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. അപ്പൊ അത് ഭയങ്കര നമ്മളെ വൺ ഓഫ് ദ കീ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് കീപ്പ് ചെയ്യണം. നൗ റീഡ് മോർ ഓഫൻ ആൻഡ് ഡെവലപ്പ് ന്യൂ ഇൻട്രസ്റ്റ്. അത് ഉള്ള ഇൻട്രസ്റ്റ് കളയല്ല, റീഡ് മോർ ഓഫൻ ആൻഡ് ഡെവലപ്പ് ന്യൂ ഇൻട്രസ്റ്റ്. ബി എ ഗുഡ് ലിസണർ. നൗ പേഴ്സണാലിറ്റി ഇസ് ഡയറക്ട്ലി കണക്റ്റഡ് വിത്ത് പീപ്പിൾ, റൈറ്റ്? രണ്ടാൾക്കാർ തമ്മിലുള്ള മെയിൻ കാര്യം എന്താന്ന് വെച്ചാല് ഇറ്റ് ഇസ് കമ്മ്യൂണിക്കേഷൻ. Now communication will not happen if you are not a listener. Let me repeat, communication will not happen if you are not a good listener. Now listen ചെയ്യുന്നതിന് തന്നെ ഒരുപാട് ഇതുണ്ട്. ഇതിപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു വാസ്റ്റ് ടോപ്പിക്കാണ്. ഇപ്പൊ അതിന്റെ പിൻ പോയിന്റ് എടുത്ത് പോയതിനെ വെറും ബീങ് എ ഗുഡ് ലിസണർ കുഡ് ബി എ സെഷൻ വിച്ച് ക്യാൻ ബി ലൈക്ക് 2-3 hours. പല ലെവൽ ഓഫ് ലിസ്ണിങ്സ് ഉണ്ട്. നമ്മൾ കേൾക്കാൻ വേണ്ടിയിട്ട് കേൾക്കുന്നുണ്ട്, കൗണ്ടർ അടിക്കാൻ കേൾക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നതിന് തന്നെ ഷട്ട് ഓഫ് ചെയ്യുന്ന ആൾക്കാർക്ക്. സോ ദർ ആർ, ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ഒക്കെ ഇല്ലേ, യു ഷുഡ് ഡു ഇറ്റ് എന്ന് പറയുന്നതിന് പകരം യു കുഡ് ബി ഡൂയിങ് ഇറ്റ്, അങ്ങനെയുള്ള വാക്കുകളുടെ യൂസേജ്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ അടുത്ത ആൾക്ക് അത് അറിയണം എന്ന് നിർബന്ധമില്ല. അപ്പൊ നമ്മളോട് ജാട്ട്കൂട്ടാക്കി പറയുന്നതാണോ എന്നുള്ള ഒരു തോട്ട് പ്രോസസ് മാറിയിട്ട് നമ്മൾ അതൊരു ലിസ്ണിങ് ഒരു കോൺസെപ്റ്റ് വരണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ലിസൺ ചെയ്യുമ്പോൾ അവർ പറഞ്ഞത് നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് എൻഷുർ ചെയ്ത് നമ്മള് ഇപ്പം സ്ഥലമായിട്ട് നമ്മളെ ഇതാണ്, അപ്പൊ അവരുമായിട്ട് നമ്മൾ അലൈൻ ആയിട്ട് സംസാരിക്കല്, അങ്ങനൊക്കെ ഉള്ള ഒരു ലിസ്ണിംഗ് ഹാബിറ്റ് ഹാസ് ടു ബി ദർ. I would really appreciate you guys go and Google listening habits, how to improve listening skills. അങ്ങനെ ഒരു large huge topics ഉണ്ട് കേട്ടോ. Be courteous. കാരണം the world is not really fair, right? എല്ലാവരും agree ചെയ്യുന്ന ഒരു കാര്യം. And the earth is actually belongs to everybody. It's not just us. അപ്പൊ നമ്മൾ ആ ഒരു courteous ഇത് നമുക്ക് വേണം. നമ്മളതല്ല എല്ലാം, അത് അവർക്കുള്ളതും കൂടിയാണ്. അപ്പൊ ആ ഒരു courteous nature നമുക്ക് വേണം. That's when you become likable. Now work on your body language. That's not something which comes pretty quick. It depends on certain, നമ്മൾ ചെയ്യുന്ന ജോലി ചെയ്യുന്ന രീതിന്നാവാം, ജോലി ചെയ്യുന്ന സ്ഥലത്താവാം, നമ്മൾ വർക്ക് ചെയ്യുന്ന ബോസിന്റെ സ്വഭാവ രീതികളാവാം. വാട്ട് എവർ ഇറ്റ് ഇസ്, യു ഹാവ് ടു റിയലി വർക്ക് ഓൺ ബോഡി ലാംഗ്വേജ്. ഈ ഇൻഡിവിജ്വൽ പോയിന്റ്സിൽ തന്നെ നമുക്ക് ഒരുപാട് വർക്ക്ഔട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, നൗ
ഇതിൽ എക്സ്ട്രോവേർട്സ് ആൻഡ് ഇൻട്രോവേർട്സ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോയിന്റ് ഇട്ടത്. ഇതിൽ എക്സെട്ര ഇടാൻ കാരണം എന്താ അറിയോ, ഇത് ഇങ്ങനെ ഞാൻ പോയിന്റ്സ് പറഞ്ഞു പോകുന്ന നിങ്ങൾക്ക് തന്നെ ഓൾറെഡി ഒരുപാട് കാര്യങ്ങൾ മേ ബി എന്നെക്കാട്ടി ഒരുപാട് അറിയുന്ന കാര്യങ്ങൾ ഉണ്ടാവും. ഇതിൽ മേ ബി ഇതിൽ ട്രെയിനിങ് എടുത്ത ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ ദുബായിലൊക്കെ പെയ്ഡ് ട്രെയിനിങ് സെഷൻസ് ഒക്കെ എടുത്ത ആൾക്കാരുണ്ട് ഇതിൽ. സോ ജസ്റ്റ് ഫോർ യു ഗൈസ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് സീരിയസ്. ഇറ്റ്സ് നോട്ട് സംതിങ് നമ്മൾ കാഷ്വലി ഇട്ട് പോകുന്ന കാര്യമല്ല എന്നുള്ളൊരു കാര്യം ഒന്ന് മനസ്സിലാക്കുക. സോ എക്സ്ട്രോവേർട്സ് ആൻഡ് ഇൻട്രോവേർട്സ്, ഇപ്പൊ ഒരു ജോബ് സിനാരിയോയില് നല്ല സ്മാർട്ട് ആയിട്ടുള്ള ആളായിരിക്കും, പക്ഷെ അവന് അതൊരു പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഒരു സെയിൽസ് എൻറ്റിറ്റിയിൽ ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് അവൻ പോയിട്ട് ഹിറ്റ് ചെയ്യാൻ മടിയാക്കുന്നത്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, ഇതൊക്കെ ഒരു റീസൺസ് മാത്രമായിരിക്കും കേട്ടോ. നൗ ആക്ച്വലി ഒരു റൈറ്റ് സിനാരിയോ, ഇഫ് യു ഹാവ് ബീൻ ട്രെയിൻഡ് വെൽ, എങ്ങനെയാ അത് നടക്കാന്ന് വെച്ചാൽ ഈവൻ ഇൻട്രോവേർട്സ് can be an awesome sales guys, and there are awesome sales guys. എങ്ങനെ അവർ അങ്ങനെ ആണെന്ന് വെച്ചാൽ they have natural talents. ചില ടാലൻസ് അവർക്ക് റിസർച്ച് ചെയ്ത് അവർ സ്ലോ പേസ്ഡ്, they know what they're talking about. അധികം ഒരു ട്രസ്റ്റബിൾ കളികളൊക്കെ അവർക്ക് കളിക്കാൻ അറിയാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കോൺഫിഡൻസ് എലിമെന്റ് ഒക്കെ അവർക്ക് ബൈ നാച്ചുറലി ഉണ്ട്. ഇത് ജസ്റ്റ് സംസാരിക്കാൻ അറിയില്ല, സോഷ്യലി ഇതല്ല, അങ്ങനെ ഒരു മിസ്ഇന്റർപ്രിട്ടേഷൻ ഉണ്ടെന്നേ ഉള്ളൂ. ബട്ട് ആക്ച്വലി ആ ഇൻട്രോവേർട്സ് ആൻഡ് എക്സ്ട്രോവേർട്സിന് തന്നെ അതിൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളിപ്പോൾ ഉള്ള ഓഡിയൻസിൽ ആരൊക്കെ ഇൻട്രോവേർട്സ് ആണ് ആരൊക്കെ എക്സ്ട്രോവേർട്സ് ആണ് എന്നുള്ളത് അവരവർക്ക് അറിയാം. സോ ട്രൈ അണ്ടർസ്റ്റാൻഡിങ് ഹൗ ക്യാൻ യു ഇംപ്രൂവ് ഇൻ സർട്ടൻ ഏരിയാസ്. ഫീൽ ഫ്രീ ടു റീച്ച് ഔട്ട് ടു മീ. ബൈ ദ വേ, ഞാൻ എന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് എന്തായാലും ഇടും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു റീച്ച് ഔട്ട് ടു മീ. സോ ഇതിന്റെ ഒക്കെ ഇൻഡിവിജ്വൽ ലെവൽസിൽ ഞാൻ കൂടുതൽ ആർട്ടിക്കിൾസ് വേണമെങ്കിൽ അതൊക്കെ ഞാൻ തരാം. അപ്പൊ ഇൻട്രോവേർട്സിനൊക്കെ ആസ് എ സെഡ് certain informations ആദ്യം അവർ പ്രിപ്പയർഡ് ആയിരിക്കും. വേറാസ് എക്സ്ട്രോവേർട്സ് സ്മാർട്ട് ആയിട്ട് അതിൽ പോയിട്ട് ഹിറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ മാനേജ് ചെയ്യുന്നുണ്ടാവും. ദേ മൈറ്റ് നോട്ട് ഹാവ് ഓൾ ദ ഇൻഫർമേഷൻ ബട്ട് ദേ മാനേജ് ഇറ്റ്. അവരവരെ ഒരു സ്കിൽ സെറ്റ് ഉണ്ടാവും. ഓക്കെ, സോ ദീസ് ആർ ദ ഏരിയാസ് വിച്ച് വി ആർ സപ്പോസ് ടു ഗോ ഡീപ്പർ ഇൻ ടു. ഓൾറൈറ്റ്, നൗ ഹൗ മെനി ഓഫ് യു ആക്ച്വലി റിമെമ്പർ ടുഡേസ് കീ ഒബ്ജക്റ്റീവ് ആൻഡ് ടാഗ് ലൈൻ? ഞാൻ ഫസ്റ്റ് ഒരു ടാഗ് ലൈൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Hello. Yeah, improving the digital ecosystem. Yeah. So enabling sensible transformation on your own digital ecosystem. So basically ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ ടേക്ക് അവേ. ഞാൻ ഇത്ര നേരം പറഞ്ഞത് നിങ്ങൾക്ക് ഒരു ഓവറോൾ ഇങ്ങനൊക്കെ കാര്യങ്ങളുണ്ട്. ഇതിന്റെ ഒരു ട്രിഗറിങ് പോയിന്റ് മാത്രം. the time which I have given me, അതിൽ നിങ്ങൾക്ക് കുറെ ഒരുപാട് ട്രിഗറിങ് ഏരിയാസ് തരാനായിരുന്നു. So your point is very critical. So just see enabling sensible transformation on your own digital ecosystem. ഈ ഓരോ വേർഡിനും അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്താൽ. So you need to enable yourself with sensible transformation on your own digital ecosystem, which means digital ecosystem എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഡിജിറ്റൽ അസറ്റ്സ് പറയാം. So for example, ചിലർക്ക് ഇവിടെ വെബ്സൈറ്റ് ഉള്ള ആൾക്കാരുണ്ടാവും സ്വന്തമായിട്ട്. ഇത് സെയിം സംഭവം കമ്പനി ഓണേഴ്സ് ആണെങ്കിൽ കമ്പനിക്ക് യൂസ് ചെയ്യാം, എംപ്ലോയീസ് ആണെങ്കിൽ എംപ്ലോയിന്റെ പേഴ്സണൽ ഡിജിറ്റൽ സൈഡുകളിൽ യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇറ്റ് കുഡ് ബി യുവർ വെബ്സൈറ്റ്, ഇറ്റ് കുഡ് ബി യുവർ സോഷ്യൽ മീഡിയ, ഇറ്റ് കുഡ് ബി യുവർ യൂട്യൂബ്, ഈവൻ വാട്സാപ്പിന്റെ സ്റ്റേറ്റസ്, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓരോ സ്ഥലങ്ങളാണ്. സോ ഒരു റാൻഡം കാര്യങ്ങൾ ഇട്ടിട്ട് കൊടുക്കുന്നതിന് പകരം സെൻസിബിൾ ട്രാൻസ്ഫോർമേഷൻ. ഇപ്പൊ ഞാൻ പറയാണ് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നേരം തന്നെ ആൾക്കാർ തലയിലൂടെ ഒക്കെ സൂട്ടും കോട്ടും ഇട്ടിട്ട് നമ്മളിങ്ങനെ പോകാം. അതിന് പകരം നമ്മളെ കുറിച്ച് നമുക്ക് അറിഞ്ഞ നമ്മളെ സ്കിൽ സെറ്റ് പൊസിഷൻ ചെയ്ത് ഡു യു ആക്ച്വലി പുട്ട് സെൻസിബിൾ ട്രാൻസ്ഫോർമേഷൻ കണ്ടന്റ് ഇൻ യുവർ ഡിജിറ്റൽ ഇക്കോസിസ്റ്റംസ്. സോ ഒരു ഡിജിറ്റൽ ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ കുറിച്ചുള്ള ഒരു 360 ഡിഗ്രി എന്തൊക്കെ ഉണ്ട് ഒക്കെ. സോ എന്റെ ഇപ്പൊ നമ്മൾ ലിങ്ക്ഡിനിൽ പോയി കഴിഞ്ഞാൽ ലിങ്ക്ഡിനിൽ കയറിയിട്ട് നമ്മളെ പേഴ്സണൽ ഒപ്പീനിയനും ഫോട്ടോസും കാര്യങ്ങളും പറയുന്നതിനകരം ഇഫ് യു കുഡ് ബി പൊസിഷനിങ് യുവർ ഫോക്കസ്ഡ് കണ്ടന്റ്. അന്നേരം എന്താണെന്നറിയോ, ഇപ്പൊ ഉള്ള ആൾക്കാർ ആരും CV നോക്കുന്നില്ല. എന്റെ അറിവിൽ ഇപ്പം നമ്മളൊരു ജോബിന് നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ ലാസ്റ്റ് ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നത് ഫ്രം 30 seconds it went to 6 seconds. ഇപ്പൊ ജസ്റ്റ് ആലോചിക്കുക, നമ്മളൊരു CV ഉണ്ടാക്കാൻ എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആൻഡ് നമുക്ക് കിട്ടുന്ന ടൈം 6 seconds. ലിറ്ററൽ ഇൻസൾട്ട് ആണ് അവിടെ നടക്കുന്നത്. സോ യു ആസ്ക് എനി HR, യു കാൺ ഹെൽപ്പ് ഇറ്റ് ഓൾസോ. ഒരു ജോബ് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ 400 ആപ്ലിക്കൻസ് കംസ് ലൈക്ക് വിത്തിൻ സെക്കൻഡ്സ് ഓർ വിത്തിൻ മിനിറ്റ്സ്.
അത്രക്ക് relevant ആവണം നിർബന്ധമില്ല. So you can't really blame HR also, പക്ഷെ അവർക്ക് അവരുടേതായ രീതി അങ്ങനെയാണ്. So you get 6 seconds on your ഇതില്. അപ്പൊ നമ്മൾ എങ്ങനെ അവരെ ഉണ്ടാക്കാൻ, you contact through outside, you ensure they look more into your resume or into you basically. So ഒരു കുറച്ചും കൂടി ഒരു ഹയർ ലെവലിലുള്ള പൊസിഷനിലുള്ള ആളാണെങ്കിൽ 100% they go to your social media. 100% they go to your LinkedIn and understand how is your LinkedIn, how is your social, എത്രത്തോളം സ്റ്റോക്ക് ചെയ്യുന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോ റീസെന്റ് നമ്മളൊരു പ്രൊജക്ടിന് വേണ്ടിയിട്ട് സംസാരിച്ചപ്പോൾ ആ കമ്പനിയിലുള്ള പ്രൊക്യൂർമെന്റ് മാനേജർ നമ്മൾ എത്ര ഇൻഫർമേഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു എന്നറിയോ. നമ്മൾ ചെയ്ത പ്രോജക്ട്സും കാര്യങ്ങളും ആ പ്രൊജക്ട്സിൽ പോയി അതിലുണ്ടായിരുന്ന ഒരാളെ കോൺടാക്ട് ചെയ്തിട്ടൊക്കെ വിളിച്ച് സിറ്റുവേഷൻസ് ഉണ്ട് ഇപ്പോ. ബിക്കോസ് ദേ ഹാവ് ടു ഡു ദ ബാക്ക്ഗ്രൗണ്ട് ചെക്ക്. അവർക്കും അവരുടെ കാര്യം ചെയ്യാനുണ്ട്. അപ്പൊ ആ ഒരു ഇൻഫർമേഷൻ വരുമ്പോൾ ജസ്റ്റ് ഇമാജിൻ, നിങ്ങളൊരു സെൻസിബിൾ ഒരു ലെവൽ ഓഫ് ഡിജിറ്റലി കണ്ടന്റ് അല്ല നിങ്ങളെ കുറിച്ച് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൗ വിൽ ദാറ്റ് ബി, റൈറ്റ്? സോ ഈ ഒരു കീ ഏരിയ ആണ് ഞാനിപ്പം മെയിൻ ആയിട്ട് ഇതിൽ ഫോക്കസ് ചെയ്യാനുണ്ടായിരുന്നത്. സോ അണ്ടർസ്റ്റാൻഡിങ് യുവർ ഡിജിറ്റൽ ഇക്കോസിസ്റ്റം, അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്. So let's discuss how can we leverage this, right? So let's get into question answers, or you have anything specific you want me to go back and touch base? No, you can carry on as you. Yeah. So let's get into question answer. Okay, no problem. എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ഉള്ള ഉദ്ദേശിച്ചത്? ഇപ്പൊ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതായിക്കോട്ടെ. ഞാനിപ്പം കുറച്ച് ക്യാപ്സ്യൂൾസ് ഇപ്പം പറയാന്ന് വെച്ചാൽ, ഞാനിപ്പം പറയാൻ ഉദ്ദേശിച്ച കുറച്ച് ഏരിയാസ്. നോ യുവർ വർത്ത്. നമ്മളിപ്പം പറഞ്ഞ സെയിം കാര്യം. യുവർ നെറ്റ്വർക്ക് ഈസ് യുവർ നെറ്റ്വർക്ക് ആൻഡ് യു ആർ ദ ആവറേജ് ഓഫ് യുവർ 5 ഫ്രണ്ട്സ് ആൻഡ് the 5 books you read. Be among those who pushes you to success. You can be likable by adapting the other person's natural traits. അതാണ് ആ ഒരു ഏരിയ ആണ് ഞാനിപ്പോൾ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഓവറോൾ ഇത് ഒരു കുറച്ച് ക്യാപ്സ്യൂൾ ലെവലിൽ ഞാൻ I'm going back and touching it. Now let's get into the discussion. What all you understood, what all areas you agree, what all areas you disagree. Feel free. ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ചാറ്റ് ബോക്സിൽ ഒരെണ്ണുണ്ടായിരുന്നു. when we meet the people, we ask, what do you do? Is that to tune our mind to know the level of respect we have to give? Your thoughts? When we meet people, we ask, what do you do? Is that to tune our mind to know the level of respect we have to give? Yes and no, actually. കാരണം what do you do, രണ്ട് രീതിയിൽ നിങ്ങൾക്ക് കാണാം. അത് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ യു ആസ്ക്. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഇതിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റ് ഇപ്പൊ അനുസരിച്ചിട്ടായിരിക്കും. ഇപ്പൊ നമ്മളൊരു ഇവന്റിൽ പോയി റെസ്പെക്ട് കൊടുക്കൽ മാത്രമല്ല, ടു വാട്ട് എക്സ്റ്റെന്റ് യു ക്യാൻ ടോക്ക് ടു ദാറ്റ് പേഴ്സൺ. ചിലർക്ക് ചില കാര്യങ്ങൾ, ഇപ്പം I'll take a scenario. Let's say ഒരു അക്കൗണ്ടന്റിനോട് പോയിട്ട് ഞാൻ ഭയങ്കരമായ ഫാൻസി ഫ്യൂച്ചറിസ്റ്റിക് ഐഡിയാസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ he'll directly think that this guy is out of his mind. But at the same time, if I talk to a guy who is in marketing, if I tell him a lot of numbers, I'm sure he'll get bored. Appo our level aanu, if you are asking, I think there is nothing wrong in that. But when it comes to respect, I'm not sure. It depends on people to people. Zuhair, എന്തെങ്കിലും specific context അനുസരിച്ചാണോ അത് ചോദിച്ചത്, അല്ലെങ്കിൽ it's just generic? ഹലോ, ചോദിച്ചാണ് പോയോ? ഓക്കെ. In general. He's still there. Yeah, okay. Yeah. He responded. What else? What else?
നമ്മളെ സ്കൂളിൽ നിന്നെല്ലാം പറയില്ലേ, when there is a lot of quiet, നമ്മള് എന്താ പറയുക, ഒന്നെങ്കിൽ ഒന്നും മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ എല്ലാം മനസ്സിലായി. അപ്പം ഇതിലിപ്പോ ഞാൻ എന്താ എടുക്കേണ്ടതെന്നുള്ളതാണ്. ഇപ്പം ഈ ടെക്നിക്കലായോ എന്താ ഇതിനെ കുറിച്ച് ഞാൻ ടച്ച് ബേസ് ചെയ്തിട്ടുണ്ടോ, എന്താ അതിലുള്ള ഒരു ഏരിയാസ് എന്താ പറയാനുള്ളത്? Yeah, it was fine. ഇതിൽ ഏതിന്റെങ്കിലും കുറിച്ച് സ്പെസിഫിക്കലി അറിയാൻ ആഗ്രഹമുണ്ടോ? ഹായ് അമൻ, മാറൂഫാണ്. എനിക്ക് തോന്നുന്ന എക്സ്ട്രോവേർട്ട് ഇൻട്രോവേർട്ട് എന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണമെന്ന് എല്ലാവർക്കും ബെനിഫിഷ്യൽ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമ്മൾ ഇവിടെ സംസാരിച്ച ഏരിയാസ്, റൈറ്റ്? സോ ബേസിക്കലി ഈ എക്സ്ട്രോവേർട്ടും ഇൻട്രോവേർട്ടും എന്നുള്ള പേഴ്സണാലിറ്റി ലെവലിൽ എന്താ വ്യത്യാസം വരുന്നത്? നമ്മൾ എല്ലാവരും ഒരു ബേസിക് ഫണ്ടമെന്റൽ എന്താ വെച്ചാൽ എവറി പേഴ്സൺ ഇസ് യുണീക്ക്, റൈറ്റ്? ഓരോരുത്തർക്കും അവരുടേതായ രീതികളും അവരുടേതായ ഒരു ക്വാളിറ്റീസും ഉണ്ടാവും. സോ എക്സ്ട്രോവേർട്ടിന്റെ ലെവലിൽ നമ്മൾ ചില സ്ഥലത്ത് പേഴ്സണാലിറ്റി ലെവലിൽ പോകുമ്പോൾ, ഞാൻ ലാസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്, നാച്ചുറലും അഡാപ്റ്റീവും. സോ നാച്ചുറൽ ടാലൻസ്, ഓരോരുത്തർക്കും നാച്ചുറൽ ടാലൻസ് എന്ന് പറയുന്നത് ഓരോരോ ബിഹേവിയറൽ രീതികളൊക്കെ ഉണ്ടാവും. ചിലർ ഇത് ചോദിക്കാൻ മടിക്കുന്നുണ്ടാവും. ഇതിലിപ്പോ നമ്മളെ കൂട്ടത്തിൽ തന്നെ ക്വസ്റ്റ്യൻസ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരെന്നെ ചിലപ്പം സെപ്പറേറ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്, എൻ്റെ ഇപ്പൊ ലിങ്ക്ഡിൻ ത്രൂം ഇതൊക്കെ ആയിട്ട്. അതൊക്കെ ഒരു ഇൻട്രോവേർട്ടാണ്. അവരൊരു ഫുൾ സ്കെയിലിൽ ഇത് വരാൻ മടിയുള്ള ആൾക്കാർ. ബട്ട് എക്സ്ട്രോവേർട്സ് എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ഫോളോ അപ്പ് ഒന്നും ഉണ്ടാവില്ല. ഈ പരിപാടി കഴിഞ്ഞതോടുകൂടി അമ്മൻ സൂപ്പർ, യു ആർ ഓസം, അതും പറഞ്ഞ് വിടുന്ന ആൾക്കാരുണ്ടാവും. ഇങ്ങനെ രണ്ട് രീതിയിലുള്ള ആൾക്കാരും ശരിയാണോ തെറ്റാണോ എന്നുള്ളതിനെക്കാട്ടിയും എങ്ങനെ അത് നമുക്ക് യൂസ്ഫുൾ ആക്കാന്നുള്ളതിലാണ്. സോ എക്സ്ട്രോവേർട്ട് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് ഏരിയാസ് ഉണ്ട്. നമുക്ക് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്, അത്ര തന്നെ നമുക്ക് ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടാവും. ആ ഗ്യാപ്പ് എന്താന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് നമുക്കത് ഇംപ്രൂവ് ചെയ്യിക്കണം. വേറെ ഇൻട്രോവേർട്സ് ആണെങ്കിൽ ഇൻട്രോവേർട്സിനും ഈ പോയി മുട്ടുന്നില്ല എന്നുള്ളൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ അവര് ഓക്കെ ഇതൊക്കെ പിന്നീട് ചെയ്തോളാം, ഇവനെ പിന്നീട് ചോദിക്കാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ പറയുന്നതിന് പകരം അവർക്ക് ആ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ഗ്യാപ്പിൽ വർക്ക്ഔട്ട് ചെയ്യാം. സോ ഇഫ് എൻ ഇൻട്രോവേർട്ട് ഇസ് ആക്ച്വലി ഫേസിങ് എൻ ഇഷ്യൂ, ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ ലെറ്റ്സ് സേ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ജനറൽ ഡിസ്കഷൻ സംഭവിച്ചെന്ന് വെച്ചാൽ ഒരു കരിയർ സിനാരിയോയിൽ ഒരു ജനറൽ ഡിസ്കഷൻ നടക്കുകയാണ്. അപ്പൊ ഈ എക്സ്ട്രോവേർട്ട് അടിച്ച് അവിടെ ഉഷാറാക്കും, അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. വേറെ ഇൻട്രോവേർട്ടിന്റെ അടുത്ത് ഒരുപാട് പോയിന്റ് ഉണ്ടാവും. പക്ഷെ ഇയാൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ എക്സ്ട്രോവേർട്ട് നീ പിന്നെ പറഞ്ഞു അങ്ങനെ ആയിട്ടും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇൻട്രോവേർട്ട് ഓക്കെ എന്നാ പിന്നെ ഇവൻ പറയട്ടെ എന്ന് പറയും. ഇങ്ങനെ ഒരു സിനാരിയോ അല്ലേ, ഇൻട്രോവേർട്ട് ഹാസ് ടു അഡാപ്റ്റ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓക്കെ ആ ഒരു സിനാരിയോയില് നമ്മൾ എക്സ്ട്രോവേർട്ട് എങ്ങനെയാണോ അങ്ങനെ തന്നെ ജീവിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ബട്ട് ആ ഒരു നമ്മൾ ഒരു ബാക്കൗട്ട് അടിക്കുന്നതിന് പകരം യു ബേസിക്കലി അഡാപ്റ്റ് ദാറ്റ് ഗൈസ് പേഴ്സണാലിറ്റി. അപ്പൊ അതെങ്ങനെ ചെയ്യാന്ന് വെച്ചാല് ഹൗ ഈസ് ഹി ബിഹേവിങ് ഇൻ ദാറ്റ് സിനാരിയോ. സോ യു ടെൽ ഹിം ഓക്കെ. അപ്പൊ നമ്മളെ ലാംഗ്വേജ് ഒക്കെ നമ്മളൊന്ന് ട്രെയിൻഡ് ആവണം കേട്ടോ. അപ്പൊ നമ്മൾ പറയാണ് ആ ഒരു ജനറൽ ഡിസ്കഷൻ ടൈമിൽ നമ്മൾ പറയും ഐ ടോട്ടലി അഗ്രി വിത്ത് വാട്ട് യു ആർ സെയിങ്, I have one additional point which I would love to add on top of. അപ്പൊ മറ്റേ ആളെ ഒഫൻഡ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് അവിടെ നമ്മളെ രീതി അവിടെ കേറ്റാൻ പറ്റണം. അങ്ങനെ ഇൻട്രോവേർട്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബാക്കൗട്ട് അടിക്കുന്നതിന് പകരം വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ആക്സെപ്റ്റ് ദാറ്റ് നമുക്കൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് നമുക്ക് എങ്ങനെ ചെയ്യാം? ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു സെന്റൻസ് ഇല്ലേ, ലൈക്ക് ഹൗ ക്യാൻ യു ബിക്കം ലൈക്കബിൾ. ഇപ്പൊ ഞാൻ പറയാണ് ഈ കൂട്ടത്തിലുള്ള ഒരാള്, ഇപ്പം എല്ലാവർക്കും എന്നാ ചിലപ്പം അങ്ങനെ പറ്റിയിട്ടുണ്ടാവില്ല. ചിലര് ഇപ്പൊ നമ്മൾ ഈ സർക്കിളിൽ തന്നെയുള്ള ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും, ഇവന് ഇങ്ങനെ പറയുന്നത് അങ്ങനെ പോകുന്നു. ചിലർക്ക് ഇത് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവും. ആ ഒരു ഡിഫറൻസ് ഇറ്റ് ഇസ് നോർമൽ, ഇറ്റ് ഇസ് നാച്ചുറൽ. അപ്പൊ ഹൗ ക്യാൻ ഐ ബിക്കം ലൈക്കബിൾ ടു എ പേഴ്സൺ? ഓരോരുത്തരുടെ നാച്ചുറൽ ടാലന്റ് എന്താന്നുള്ളത് ഒരു ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും. യു ബേസിക്കലി അഡാപ്റ്റ് their natural talent in that time so that you become likable for that person. കാരണം നമ്മൾ അവരെ നാച്ചുറൽ രീതിയുമായിട്ട് നമ്മളൊന്ന് അഡാപ്റ്റ് ആയി കഴിഞ്ഞാൽ വി വിൽ ബിക്കം ലൈക്കബിൾ. ഞാൻ ഉദ്ദേശിക്കുന്നത് അവർ പറയുന്നൊക്കെ അനുസരിച്ച് തലയും താഴ്ത്തി നിൽക്കലല്ല കേട്ടോ. ഐ എം ടോക്കിംഗ് അബൌട്ട് ഹൗ യു ബിഹേവ്, ഹൗ ഈസ് യുവർ ബോഡി ലാംഗ്വേജ്, ഹൗ ഈസ് യുവർ ഒപ്പീനിയൻ, ഹൗ ഈസ് യുവർ ഔട്ട്ലുക്ക്. അങ്ങനെ ഒരു രീതിയിൽ ഞാൻ ഈ ബോഡി ലാംഗ്വേജ് എന്താ പറയാ വെച്ചാൽ വളരെ പതുക്കെ മെല്ലെ
ഭയങ്കര കാമായിട്ട് സംസാരിക്കുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് നമ്മൾ അല്ല മോനെ മറ്റേ ചാടിക്കറി കെട്ടിപ്പിടിച്ചാൽ എന്താ സംഭവിക്കും? ചെങ്ങായി ആകെ കുതിറി ഓടും. അത് സംഭവിക്കും എന്തായാലും. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരു പിക്ചർ കിട്ടും. അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് എന്താ ചെയ്യാം? നമ്മൾ നാച്ചുറലി അങ്ങനെ തന്നെയാ ചെയ്യാം. നമ്മള് മെല്ലെ പോയി ഷെക്കാൻഡൊക്കെ കൊടുത്ത് അസ്സലാമു എല്ലാം പറഞ്ഞു ആ ഒരു രീതി ഉണ്ടല്ലോ, അത് ഇൻട്രോവേർട്ട് ആയിക്കോട്ടെ എക്സ്ട്രോവേർട്ട് ആയിക്കോട്ടെ, ആ ഒരു ഗ്യാപ്പ് എപ്പോഴും നമുക്ക് ഉണ്ട്. അത് ആ ഒരു ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്തിട്ട് യു ബേസിക്കലി പൊസിഷൻ യുവർസെൽഫ്. ഓക്കെ, I guess that makes sense. Yes, Aman. Thank you so much for that detailed explanation. It was really Salim here. Yeah, Aman. Yeah, good one. Okay. Salim, hi. Hello. Yeah, I've been here for some time. So yeah, so ഒരു സിമ്പിൾ ഇതിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഓരോരോ പോയിന്റ്സ് ഇപ്പൊ പറയുമ്പോൾ specifically if you are looking a listening skill, that's very important. Meeting new people. One other thing which you could be bringing as your good skill, presentation skill. Ipam ee presentation undakiya, how did you guys like this presentation, or did you feel this is very childish? It is very good. It's very good. So do you know the reason normally ingenulla presentation nammal korchu koodi idundakkune? Do you know the reason why I might have done this kind of presentation? The one big reason is it's Zoom. Getting an attention in Zoom is very difficult. Or attention span Zoom ne kurichu kettedutholam maybe 10 minute kittiya bhagyam. ആ 10 മിനിറ്റിൽ നിങ്ങൾ അവിടുന്ന് ആദ്യത്തെ കേട്ട് ഇപ്പൊ ഞാൻ എല്ലാവരോടൊന്നും ഇരുത്തി ചോദിച്ചു കഴിഞ്ഞാൽ ചിലർ ആദ്യത്തെ കേട്ടിട്ടുണ്ടാവും, ചിലർ നടുപ്പിൽ, ചിലർക്ക് ലാസ്റ്റ്, ആ രീതിയിലായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. So the only way how you can actually grab your attention is with presentations or with certain questions asked, pauses, ഈ പേഴ്സണാലിറ്റി ഒക്കെ ബിൽഡ് ചെയ്തെടുക്കാനുള്ള one of the biggest area ആണ് കേട്ടോ Toastmasters. I really recommend you all to be part of it. Whoever is feeling that you are not able to present yourself, please go and join. You guys will improve a lot. അതുപോലെ ഒരു പ്രസന്റേഷന്റെ ഒരു സൈഡാണ് ഇതുള്ളത്. I did it with Canva. Canvയിൽ ഇങ്ങനത്തെ ഓട്ടോമാറ്റിക്കലി ചെയ്യാനുള്ള ഒരുപാട് presentation skill, presentation tools ഒക്കെ ഉണ്ട്. So if anybody is actually struggling with PPT, ഒരു presentation ഉണ്ടാക്കാനൊക്കെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് just go to Canva. There is a lot of tools which you can just pick it up and where you can use it. Okay. അമൻ ജിഹാദാണ്. എനിക്ക് ഒരു പറ്റുള്ളത് ഇപ്പൊ എക്സ്ട്രോവേർട്ട് ഇൻട്രോവേർട്ടിന്റെ പോയിന്റിൽ പറഞ്ഞത്, ഇപ്പോഴത്തെ സിനാരിയോയില് കൂടുതലും വർക്ക് ഫ്രം ഹോം ആണ് എല്ലാവരും. അപ്പൊ അങ്ങനത്തെ സിനാരിയോയില് ബോഡി ലാംഗ്വേജോ മറ്റോ ഒന്നും അവിടെ ഇതല്ല, നോട്ടീസബിൾ അല്ല. ഇപ്പോ പുതുതായിട്ട് ഓൺ ബോർഡ് ചെയ്യുന്ന പ്രോസസ്സ് വരെ എല്ലാം വെർച്വലായി. അപ്പൊ ആള് റിയാലിറ്റിയിൽ ഇല്ല, ജസ്റ്റ് അവിടെ ഡോമിനേറ്റ് ചെയ്യുന്ന അയാളുടെ സൗണ്ടാണ്. അപ്പൊ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു റിയൽ സിനാരിയോയില് നമ്മളെ സൗണ്ടിനെ ടോൺ ചെയ്യണം. പലപ്പോഴും ഒരു മീറ്റിംഗിൽ കയറി കഴിഞ്ഞാല് നമ്മള് ഗുഡ് മോർണിംഗ് എന്ന് ഉറക്കെ പറയുന്ന ഒരാള് ഗുഡ് മോർണിംഗ് വെച്ചാല് എപ്പോഴും നമ്മളൊന്ന് പതുക്കി പറയും. ആ പതുക്കി പറയാൻ തുടങ്ങുന്നത് തന്നെ നമ്മളെ ഡോമിനേറ്റ് ചെയ്യാന്നുള്ള ഒരു ഏരിയ നമ്മൾ അവർക്ക് ഇട്ടുകൊടുക്കണം. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ വെർച്വൽ റിയാലിറ്റിയിൽ ഇപ്പോൾ നിൽക്കുന്ന ഇതില് നമ്മളെ സൗണ്ടിന് കൂടി നമ്മള് കൂടുതൽ ടോൺ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് തോന്നുന്നു. അതെനിക്ക് എക്സ്ട്രോവേർട്ട് ഇൻട്രോവേർട്ട് എന്നുള്ള പോയിന്റ് വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. വെരി ഗുഡ് പോയിന്റ്. ആക്ച്വലി വെരി ഗുഡ് പോയിന്റ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഉണ്ടായിരുന്നു, നമ്മള് സംസാരിക്കുന്ന രീതിയിൽ പറഞ്ഞു, നമ്മള് സ്പീഡിൽ സംസാരിക്കുന്ന രീതി. നമ്മളിപ്പോ നമ്മളെ കൂട്ടത്തിൽ തന്നെ നോട്ട് ചെയ്താലും മനസ്സിലാവും, ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഭയങ്കര സ്പീഡിൽ പറയുന്ന ആൾക്കാർ. ഞാൻ ഒരുപാട് ആൾക്കാരോട് അത് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് കപ്പിൾ ഓഫ് ദം ആക്ച്വലി താങ്ക് മീ ലേറ്റർ. കാരണം നമ്മൾ ഈ മെല്ലെ സംസാരിക്കുമ്പോൾ we ourselves feel confident. And just like thanks Jihad, that point, that's very important point. Like you actually position yourself. Now ഒരു ക്വിക്ക് ഒരു ചെറിയൊരു കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ നോക്കിയത്, ഈ വെർച്വൽ മീറ്റിംഗ്സിൽ ഇൻട്രോവേർട്ടും എക്സ്ട്രോവേർട്ടും നമ്മളെപ്പോഴും ഒരു കോൺഫിഡൻസ് ബൂസ്റ്റർ എന്ന് പറഞ്ഞൊരു സംഭവം എന്താ വെച്ചാല്,
you basically hard on facts, soft on people. This should be like your mantra. Like നമ്മള് ഒരാളോട് അങ്ങനെ ദേഷ്യം പിടിക്കരുത്, but we should be hard on facts. ഒരു ഇൻട്രോവേർട്ടിന്റെ ആയുധം അധികം അതായിരിക്കും. They mostly will have facts. ആ ഒരു സംഭവം അവര് പറയുമ്പം ഇൻട്രോവേർട്ട് നോർമലി എന്താ സംഭവിക്കാന്ന് വെച്ചാല് ഒരു എക്സ്ട്രോവേർട്ട്, അഗൈൻ ഐ എം നോട്ട് റിയലി ഗെറ്റിംഗ് ഇൻ ടു ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് ഏരിയാസ്. അവർക്ക് അവരുടേതായ ഓരോരോ ഏരിയാസ് ഉണ്ട്. പക്ഷെ ഒരു ചെറിയൊരു ഏരിയയിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു സൈഡ് എന്ന് വെച്ചാൽ ഒരു ഇൻട്രോവേർട്ടോ ഒരു എക്സ്ട്രോവേർട്ടോ ഉള്ളതിനെക്കാട്ടി ഒരാൾ ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രോവേർട്ട് ഒരു മതി, അവൻ പറഞ്ഞല്ലോ എന്നാ പിന്നെ അവനവിടെ പറയട്ടെ എന്ന് പറയും. എന്നിട്ട് ഈവൻ ഇഫ് യു ഡോണ്ട് റിയലി എഗ്രി വിത്ത് ഹിം ഓൾസോ യു ബേസിക്കലി കീപ് ക്വയറ്റ്. അപ്പം അതിന്റെ ഹൗ ഡു യു ടാക്കിൾ ഇറ്റ് ഒരു ചെറിയ രീതിയുണ്ട്. ബട്ട് ഇഫ് ദാറ്റ് ഈസ് എഫക്ടിങ് യുവർ പേഴ്സണാലിറ്റി ലെവൽ ആൻഡ് ദാറ്റ് ഈസ് എഫക്ടിങ് യുവർ കരിയർ, ദർ ഈസ് എ വേ ഹൗ യു ഡു ഇറ്റ്. സോ നോർമലി എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ യു ടെൽ ഹിം ഐ ടോട്ടലി അഗ്രി വിത്ത് ഇറ്റ്. സോ ആ ഒരു ലാംഗ്വേജിൽ ആ ഫ്രെയിമിംഗ് ഓഫ് ലാംഗ്വേജ് it is always best to get ആ ഒരു ഏരിയയിൽ ഒരു ട്രെയിനിങ്ങോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക. ആ ലാംഗ്വേജ്, ആ ടോണാലിറ്റി, ഇറ്റ്സ് വെരി ക്രൂഷ്യൽ. ഇപ്പൊ നമ്മൾ പറയാണ് ഐ ടോട്ടലി അഗ്രി വിത്ത് വാട്ട് യു സേ, ബട്ട് അറ്റ് ദ സെയിം ടൈം ദിസ് ഇസ് വാട്ട് ഐ ഫീൽ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. സോ ഐ നീഡ് ടു പുട്ട് ഫോർവേഡ് മൈ പോയിന്റ് ടുവേർഡ്സ് ദ ഡിസ്കഷൻ. അങ്ങനെ പറയുന്നത് തന്നെ നമുക്ക് ആ ഒരു ഇത് കിട്ടണം, ആ ഒരു അറ്റൻഷൻ കിട്ടും. റൈറ്റ് ജിയാദ്? ആ ഒരു ഏരിയയിൽ ഇതല്ലേ? യെസ്. ഇപ്പൊ എനിക്ക് പലപ്പോഴും അങ്ങനെ ഭയങ്കരമായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്ന പല മീറ്റിങ്ങുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ നമ്മളുടെ പോയിന്റ്സ് നമ്മളേലാണ് ഫാക്ട് ഇരിക്കുന്നെങ്കിലും നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ഓഡിയൻസ് നമ്മളുടെ ഹൈ പ്രൊഫൈൽ ആൾക്കാരെ നമ്മൾ നോക്കുക. ഹൈ പ്രൊഫൈൽ ആൾക്കാരുടെ മീറ്റിംഗ് ആണ്, നമ്മൾ സ്വാഭാവികമായും നമ്മളൊന്ന് കൊയ്റ്റാവും, അല്ലെങ്കിൽ നമ്മൾ എല്ലാം ആക്സെപ്റ്റ്, എന്റെ മിസ്റ്റേക്കായി ആക്സെപ്റ്റ് ചെയ്യാൻ വരെ തയ്യാറായി നിൽക്കുന്ന ഒരു മെന്റാലിറ്റിയിലാവും. അപ്പൊ അവിടെ നമ്മൾ ശരിക്കും വർക്ക്ഔട്ട് ചെയ്യണം. സോ അവിടെ എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാൽ അതിന് അതിൻ്റെതായ ഒരുപാട് ഏരിയാസ് തന്നെ ഉണ്ട്. യു ക്യാൻ റിയലി ഇംപ്രൂവ് ദാറ്റ് ഏരിയ. കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ പറഞ്ഞല്ലേ, നമ്മളെ മിസ്റ്റേക്ക് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ട് ഇഫ് ദാറ്റ് ഈസ് ആക്ച്വലി ഡാമേജിങ് യുവർ കരിയർ, ദെൻ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഓക്കെ അവിടെ ഒരു നമ്മളെ വിഷൻ എന്താ, അതിനനുസരിച്ചായിട്ട് അലൈൻ ആവുന്നില്ല, ഇത് എല്ലാവരും നമ്മളിട്ട് വി ആർ നോട്ട് ഗ്രോയിങ്. ആ ഒരു സിറ്റുവേഷൻ വരുന്നതാണെങ്കിൽ ദിസ് മന്ത്ര വിൽ ആക്ച്വലി ഹെൽപ്പ് യു. ഇവൻ ഇങ്ങനെ പറഞ്ഞ ഒരു മോസ്റ്റ് ഇപ്പൊ ഓരോരുത്തരെ നമ്മൾ ഒരു ബോക്സിൽ ഇടാണ്ട് ജസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മളെ കൂടെയുള്ള മീറ്റിംഗിലൊക്കെ ഒന്നും ചെയ്യാണ്ട് ഒച്ച ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ഈ ഒച്ചപ്പാട് ഉണ്ടാക്കിയിട്ട് നമ്മൾ വർത്താൻ വരുന്ന ഐ അണ്ടർസ്റ്റുഡ് ഇങ്ങനെ അടിച്ച് തകർക്കുന്നതിന് പകരം അന്നേരം എന്താ വെച്ചാൽ ലെറ്റ് ഹിം കംപ്ലീറ്റ്. കാരണം അവിടെ നമ്മൾ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അത് അടിയാവോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത്. ഈവൻ ഹൈ പ്രൊഫൈൽ പീപ്പിൾ, trust me, I deal with CXOs. Trust me, they respect facts. ഈ ഒച്ചപ്പാട് ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയും. ഓക്കെ, ഹി ഈസ് സ്മാർട്ട് ബിക്കോസ് ഒച്ച ഉണ്ടാക്കുന്നതുകൊണ്ട് ഓനെ പിടിച്ച് മുന്നിലിടാം, എന്തെങ്കിലും മീറ്റിംഗിൽ ഉണ്ടെങ്കിൽ അവരെ പിടിച്ച് മുന്നിലിടാന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് വെൻ ഇറ്റ് കംസ്, ഇഫ് യു ആർ ആക്ച്വലി ഗിവിംഗ് വാലിഡ് പോയിന്റ്സ്, ട്രസ്റ്റ് മീ, ദേ വിൽ റെസ്പെക്ട് യു. അപ്പൊ നമ്മൾ പറയേണ്ട രീതിയുണ്ട്. ഓക്കെ, ലെറ്റ് മീ ജസ്റ്റ് ടെൽ യു ദ വൺ പോയിന്റ് ഐ ജസ്റ്റ് വാണ്ട് ടു ആഡ്. മറ്റേ ആളെ നമ്മൾ കൗണ്ടർ അടിക്കാണ്ട് വി ടെൽ ആർ പോയിന്റ്. സോ നമ്മൾക്ക് മീറ്റിംഗിൽ അവനോട് ദേഷ്യം പിടിച്ചിട്ടാണ് നമ്മൾ പറയുന്നതാണെങ്കിൽ നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി ഒരു ഇറിറ്റേറ്റഡ് ആയിട്ടാണ് സംസാരിക്കുക. സോ ദിസ് മന്ത്ര വിൽ ആക്ച്വലി ഹെൽപ്പ് യു. ലൈക്ക് ഹാർഡ് ഓൺ ഫാക്ട്സ്, ബി സോഫ്റ്റ് ഓൺ പീപ്പിൾ. ലൈക്ക് നമ്മളെ it's all about people. We live amongst our society. Our conversation is among it. So മറ്റേ ആൾ അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. We can be soft, but we can be really firm and hard on facts. It will help you for sure. So yeah, ആ ഒരു ഏരിയ ആണ് ഉണ്ടായിരുന്നത്. ഈ പേഴ്സണാലിറ്റി ട്രേറ്റ്സിൽ ഇപ്പൊ ഞാൻ പറയുമ്പോൾ മേ ബി നിങ്ങൾക്ക് കുറെ കൺഫ്യൂഷൻസും സൈഡിൽ ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് ലിറ്റിൽ ടെക്നിക്കൽ. നിങ്ങളെ കൂട്ടത്തിൽ അധികം HR സൈഡിൽ നമ്മൾ ജോബ് ഇന്റർവ്യൂസിന് ഇതൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള സൈക്കോമെട്രിക് ടെസ്റ്റ് ഒക്കെ ഓൾറെഡി എടുത്തിട്ടുണ്ടാവണം ആൾക്കാർ. ഒരു MNCയിലൊക്കെ അധികം എടുക്കും. അപ്പൊ അത്ര മാത്രം കണ്ടാൽ മതി. ബട്ട് വെൻ ഇറ്റ് കംസ് ടു യുവർ ഓൺ, ഇതില് 16 പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഉണ്ട്. അതില് ചിലര് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടായിരിക്കും. അങ്ങനൊക്കെ ഉള്ള ഒരു സൈഡ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു എക്സ്പോസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. സോ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ് വെന്റ് ഓവർ യുവർ ഹെഡ്. ഓക്കെ,
Hello? think it is fine. Yeah. സുഹേലിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ. ഞാൻ ആക്ച്വലി അത് മറ്റേ ഓൾറെഡി ക്ലിയർഡ് ആണ് ആക്ച്വലി. Okay. Great. Thank you, Aman. So we can move to the next actually. Okay. So just area just completing this keyword, please make sure you are taking it seriously, or enabling sensible transformation on your own digital ecosystem. Now, this is my contact information. Just or a quick, then this Vox.ae, this is my company. Vox Cinemas so Vox.ae is my company. You can just type Aman next to it. So Vox.ae/Aman, you will directly reach my contact information. My social links, everything is listed. Follow me and get in touch with me. Feel free. Just consider me among one of you. And that any confusion, if I don't know, I'll get that an answers for you for sure. Okay. So far, I'm passing the mic back to you. Okay, thank you very much, Mr. Aman Firoz. Thank you, Aman. Thank you, Aman. വളരെ ഉപകാരപ്രദമായ ഒരു സെക്ഷൻ ആയിരുന്നു. നമ്മൾ ഇതുവരെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്താണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്, അതിൽ നിന്നും നമ്മൾ വിചാരിച്ചതല്ല താങ്കൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ഡ്രസ്സിങ് അല്ലെങ്കിൽ അങ്ങനെ ഒരു നടത്തം, കൈ, അങ്ങനെയുള്ള ഒരു നോർമൽ രീതിയിൽ നിന്നും എന്താണ് ശരിക്കും, എങ്ങനെയാണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു കാലത്ത് എങ്ങനെയാണ് ഉണ്ടാവേണ്ടത് എന്നുള്ളത് നല്ല രീതിയിൽ കൺവേ ചെയ്ത് തന്നു. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ ഇനിയും മുന്നോട്ടുള്ള പാതയിൽ ഇത് ഉപയോഗിക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് ആരെങ്കിലും ഇനിയും ഉണ്ടോ? നമുക്കൊരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാവുന്ന, അല്ലെങ്കിൽ നമുക്ക് സെക്ഷൻ ചെയ്യാം. നമ്മുടെ പരിപാടി അവസാനിക്കുകയാണ്. ഓട്ടോ താങ്ക്സ് പറയുന്നത് മിസ് സോഫിയ പാലിയത്താണ്. അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുകയാണ്. Assalamu alaikum warahmatullahi wabarakatuh. Good evening, one and all. Our speaker today has outlined to us a big secret. A better personality is a mix of not just likable looks, but more importantly, character. And it has so much to do with understanding people. So, ഈ ചുരുങ്ങിയ സമയത്തിൽ നമുക്ക് ടിപ്സ് പറഞ്ഞു തന്ന മിസ്റ്റർ അമൻ ഫിറോസ് സാറിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു from Skydesk. I hope you all enjoyed and benefited from this event brought to you by Skydesk. And I thank you all on behalf of Skydesk Musaffah in joining us online today. Skydesk aims to be one of the best recruiting agencies in the UAE. Iduvare CV upload cheyidilla engil please do so. Don't miss the opportunity. And let me remind you, Skydesk is not only for new job seekers, but also for professionals who would like to step up in life. And we've got a lot of sessions in line for you. The Skydesk is engaging in tie-ups with various companies to bring you the best opportunities. So make sure you have registered with us. And there are more events planned out for all those who have registered with us. Once again, I thank you all and wish you a fruitful journey with Skydesk. Thank you. Assalamu alaikum wa rahmatullahi wa barakatuh. Thank you very much. Thank you very much once again, Mr. Aman Firoz. Okay, thank you so much.